കേരളത്തിൽ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ ജീവിത സായാഹ്നത്തിൽ ഭക്ഷണം കഴിക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒന്നും ആരുടെയും മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിൽ കേരളം നിരവധി ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിച്ചത്. 1 കോടിയിലധികം പേർ തൊഴിലാളികൾ ഈ വിവിധ ക്ഷേമനിധി ബോർഡുകളിലായിട്ടുണ്ട്. സാർ, ഈ 31 ക്ഷേമനിധി ബോർഡുകളിൽ 14-15 ബോർഡുകൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങ് അത് മറച്ചു വയ്ക്കുന്നത്? ഇവിടെ നിങ്ങൾ തന്ന മറുപടിയിൽ തന്നെ ഏകദേശം 2200 കോടിയോളം രൂപ പെൻഷൻ കുടിശ്ശികയായി, ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയായിട്ട് വിവിധ ക്ഷേമനിധി ബോർഡുകളിലുണ്ട്. പക്ഷേ 35-40 ലക്ഷം വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ ക്ഷേമനിധി ബോർഡുകൾ തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങ് മറുപടി പറഞ്ഞില്ലല്ലോ. എന്താണ്? 1392 കോടി രൂപ കുടിശ്ശികയുണ്ട്. 14 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സാർ കുടിശ്ശിക 493 കോടി രൂപയാണ്. കർഷക തൊഴിലാളികൾ, പാവപ്പെട്ടവർ, പാടശേഖരങ്ങളിൽ പണിയെടുത്തവർ സാർ, അവരുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് 3 ലക്ഷത്തിലധികം അപേക്ഷകളാണ്. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 60 വയസ്സ് പൂർത്തിയായവർക്ക് 6 വർഷമായി അടച്ച തുക പോലും, അവരെ അംശാദായം അടച്ച തുക പോലും കൊടുത്തിട്ടില്ല. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയാണ്. 3 മാസമായി അവരുടെ പെൻഷൻ കൊടുക്കുന്നില്ല. സാർ, കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി 28 കോടി രൂപ ബാധ്യതയാണ്. അംഗൻവാടികളുടെ 2023 വരെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് 23 അവർക്ക് 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക. 2024 വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് 10 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. മന്ത്രി വീണ ജോർജ് എന്ന മറുപടിയാണ്. അതായത് 2024 തൊട്ട് റിട്ടയർ ചെയ്ത ഒരാൾക്ക് 5 നയാ പൈസ നിങ്ങൾ കൊടുത്തിട്ടില്ല. അംഗൻവാടി ജീവനക്കാർക്ക് 3 വർഷമായി ഗ്രാറ്റുവിറ്റി ഇല്ലാതെ കശുവണ്ടി തൊഴിലാളികളാണ്. വേറെ പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? നിങ്ങൾ ഒറ്റ പെൻഷനാക്കി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവർക്ക് കിട്ടില്ല. ഒരാൾ ക്ഷേമനിധി പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്താൽ ഓൺലൈനിലാണ് അപേക്ഷ, അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കട്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ വാർദ്ധക്യകാലം റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് വാർദ്ധക്യകാല പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷനും കിട്ടില്ല, ഈ ക്ഷേമനിധി പെൻഷനും കിട്ടാത്ത അവസ്ഥയിലാണ്. ഒരു പെൻഷനും കിട്ടില്ല. മനസ്സിലായോ? ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാടശേഖരങ്ങളിൽ പണിയെടുത്ത കർഷക തൊഴിലാളികൾ, പാവപ്പെട്ട സ്ത്രീകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ഈ കൊടും ചൂടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യാൻ പറ്റാതാവുമ്പോൾ, റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ അവർക്ക് പെൻഷൻ ഇല്ല. നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. എന്താ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണന എന്താണ്?